സർ, കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85 അടിമാലിയിൽ ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിലിൽ ബാധിക്കപ്പെട്ട ആളുകളെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് എൻ്റെ സബ്മിഷൻ. സാർ, ഈ മണ്ണിടിച്ചിലുണ്ടായത് മൂലം ശ്രീ ബിജു അവിടെ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ കാല് മുറിച്ച് മാറ്റി ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ്. 8ഓളം വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അതോടൊപ്പം 29ഓളം വീടുകൾ ഈ പ്രദേശത്ത് താമസയോഗ്യമല്ല എന്ന് കണ്ടുകൊണ്ട് അവിടുത്തെ മുഴുവൻ ആളുകളെയും മറ്റൊരു സ്ഥലത്തേക്ക് നിലവിൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. സർ, ഈ വർക്ക് നടത്തുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. മന്ത്രി അടക്കമുള്ള ആളുകൾ, ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഇവരെ സഹായിക്കാൻ വേണ്ടി ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു. അന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പറഞ്ഞത് ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നൽകുമെന്നും ഈ മരിച്ച ആളുടെ കുടുംബത്തെ സഹായിക്കുമെന്നും അവർ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം പിന്തിരിയുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. സാർ, എൻ്റെ സബ്മിഷൻ എന്ന് പറയുന്നത് ദുരന്തത്തിൽ ബാധിക്കപ്പെട്ട ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിന്, അതുപോലെ ഈ ബാധിക്കപ്പെട്ട കുറേ ആളുകളുണ്ട്, ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കപ്പെട്ട കുറേ ആളുകളുണ്ട്. അവർക്കെല്ലാം അടിയന്തരമായി സർക്കാർ തലത്തിൽ അടിയന്തരമായി ധനസഹായം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എൻ്റെ സബ്മിഷൻ. ബഹുമാനപ്പെട്ട റവന്യൂ വനംവകുപ്പ്. സാർ, കൊച്ചി ധനുഷ്കോടി ദേശീയപാത NH85 അടിമാലി കുമ്പൻപാറ ഭാഗത്ത് ദേശീയ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് നേരത്തെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഒരാൾ മരണപ്പെടുകയും ഒരാൾ പരിക്കുപറ്റി കാൽ നഷ്ടപ്പെടുകയും നിരവധി വീടുകൾക്ക് നാശനഷ്ടമുണ്ടാവുകയും 27 കുടുംബങ്ങളെ സ്ഥലത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. സംഭവത്തിൽ അന്വേഷണം നടത്തിയിട്ടുള്ള ടെക്നിക്കൽ കമ്മിറ്റി ദേശീയപാത അതോറിറ്റി അശാസ്ത്രീയമായ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളുടെ തുടക്കം എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. സാർ, ജില്ലയുടെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു യോഗം 31/10/2025 തന്നെ ചേരുകയും 8 കാര്യങ്ങൾ പ്രധാനമായും തീരുമാനിക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. 8 കാര്യങ്ങൾ പ്രധാനമായും തീരുമാനിക്കുകയും 27 കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാൻ വേണ്ടി വന്ന നടപടികൾ ആരംഭിക്കുകയും കാലതാമസം കൂടാതെ അത് കൊടുക്കാൻ കഴിയുമെന്ന് പ്രോജക്റ്റ് ഡയറക്ടർ അവിടെ പ്രഖ്യാപിക്കുകയും അതനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. സാർ, ഈ 8 തീരുമാനങ്ങളിൽ ക്യാമ്പിൽ കഴിഞ്ഞ ആളുകൾക്ക് അടിയന്തരമായി ധനസഹായമായി 15,000 രൂപ നൽകിയതും മരണപ്പെട്ട ബിജുവിൻ്റെ മകൾക്ക് 1 ലക്ഷം രൂപ നൽകിയതും ഒഴിച്ചാൽ വീട് നഷ്ടപ്പെട്ട വാടക വീടുകളിലേക്ക് മാറിയവർക്ക് വാടക നൽകാനോ അർഹമായ നഷ്ടപരിഹാരം നൽകുന്നതിനോ നാളിതുവരെ ദേശീയപാത അതോറിറ്റി തയ്യാറായിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചത് പൂർണ്ണമായിട്ടും ശരിയാണ്. ഈ അപകടത്തിലെ ഉത്തരവാദികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട MLA ആദ്യഘട്ടം മുതൽ ഈ ഗൗരവമായിട്ട് ഈ പ്രശ്നം നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ NHAയെ ബഹുമാനപ്പെട്ട MLAയെയും കൂട്ടി ജില്ലയുടെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ കൂടി സാന്നിധ്യത്തിൽ അടിയന്തരമായി ഒരു യോഗം കൂടി ചേർന്ന് ധനസഹായം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ദേശീയപാത അതോറിറ്റിയുമായി കൂടിയാലോചിച്ച് നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നേതൃത്വപരമായ പങ്കുവഹിക്കും എന്ന കാര്യം അറിയിക്കുകയാണ്.